നീറ്റ് UG 2025 അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ക്രെഡൻഷ്യൽ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 3 പേജുകളിലായിട്ടാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. അതിൽ ആദ്യത്തെ പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള പേജാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഏത് എക്സാമിനേഷൻ സെന്റർ ആണ് ലഭിച്ചിട്ടുള്ളത് അതിന്റെ വിവരങ്ങളും അതിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ അതിന്റെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് 3 കോളത്തിലായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ, ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ ഫോട്ടോയാണ്, അതായത് നിങ്ങൾ ഏത് ഫോട്ടോയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് ആ സെയിം ഫോട്ടോയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ പതിപ്പിക്കണം. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ് ചെയ്യേണ്ടത്. പിന്നെ 3ാമത്തെ കോളത്തിൽ സിഗ്നേച്ചർ ആണ്. ഈ 3ാമത്തെ കോളത്തിലുള്ള സിഗ്നേച്ചർ നിങ്ങൾ എക്സാമിനേഷൻ സെന്ററിൽ പോയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്. കൂടാതെ 2ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പതിപ്പിക്കാനുള്ള പ്ലേസ് ആണ് 2ാമത്തെ പേജിൽ നൽകിയിട്ടുള്ളത്. അതിന്റെ താഴെയും സ്റ്റുഡന്റിന്റെ സിഗ്നേച്ചർ പറയുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ എക്സാമിനേഷൻ സെന്ററിൽ നിന്നാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്. അതല്ലാതെ ഇവിടുന്ന് സൈൻ ചെയ്ത് കൊണ്ടുപോകരുത്. പക്ഷെ ഈ ഫോട്ടോകൾ രണ്ടും അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ എല്ലാം തന്നെ നിങ്ങൾ എക്സാമിനേഷൻ സെന്ററിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാം തന്നെ ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രം പോകാവൂ. അതുപോലെ തന്നെ 3ാമത്തെ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എക്സാമിനേഷൻ സെന്ററിലേക്ക് പോകാവൂ. കൂടാതെ നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷന്റെ റിപ്പോർട്ടിംഗ് ടൈം, എക്സാമിനേഷൻ വരുന്നത് മെയ് 4-ാം തീയതിയാണ് വരുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ടൈം ഏകദേശം 11 മണിയോട് കൂടിയാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗേറ്റ് ക്ലോസിംഗ് ടൈം ഷാർപ്പ് 1:30-നാണ്. 1:31 ആയി കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ സെന്ററിലേക്ക് കയറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ 1:30-ന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ സെന്ററിൽ പ്രത്യേകം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എക്സാമിനേഷന്റെ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് എക്സാമിനേഷന്റെ ടൈം വരുന്നത്. കൂടാതെ നിങ്ങൾ എക്സാമിനേഷൻ സെന്ററിലേക്ക് പോകുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ സമയത്ത് ഏത് ID പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് ആ ID പ്രൂഫിന്റെ ഒറിജിനലുമായിട്ടാണ് നിങ്ങൾ എക്സാമിനേഷൻ സെന്ററിലേക്ക് പോകേണ്ടത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സെന്റർ ഏതാണെന്ന് മുന്നോടിയായിട്ട് തന്നെ വെരിഫൈ ചെയ്യുക. ശേഷം അത് ഏത് റൂട്ടിലൂടെയാണ് പോകേണ്ട കാര്യങ്ങളെല്ലാം എക്സാമിനേഷന്റെ മുമ്പായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. കാരണം എക്സാമിനേഷന്റെ ഡേറ്റിൽ നമുക്ക് ആ ഒരു സെന്റർ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അറിയുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അതല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുന്നത് പ്രത്യേകം നല്ലതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ അവൈലബിലിറ്റി അനുസരിച്ച്